നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്നെ ചതിച്ചു അല്ലടാ. നിന്റെ ഭാര്യ അവിടെ ഛർദിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് നീ എന്നോട് സത്യം ചെയ്തു തന്നതാ. അത് നീ മറന്നു. ഇപ്പൊ സ്നേഹ പ്രഗ്നന്റ് ആയി. അവളുടെ ദേഹത്ത് തൊട്ടു പോരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കഞ്ഞിട്ടാണോ സ്നേഹ വോമിറ്റ് ചെയ്തത്? നിനക്കിനി ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ പോയി ആ ഒളിക്യാമറ പരിശോധിച്ച് നോക്ക്. ആ മുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അത് പരിശോധിച്ച് നോക്കിയാൽ നിനക്ക് സത്യം മനസ്സിലാവില്ലേ? ആരുടെയും കണ്ണു മൂടിക്കെട്ടാൻ നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്റെ കണ്ണു മൂടിക്കെട്ടാന്ന് നീ വിചാരിക്കണ്ട. സ്നേഹ അവിടെ ഛർദിക്കുന്നത് ഞാൻ കണ്ടതാ. പ്രഗ്നന്റ് ആവുമ്പോ മാത്രമാണ് ഒരാൾ ഛർദിക്കുന്നത്. ഒന്ന് ഛർദിച്ചാൽ ഉടനെ അത് ഗർഭം കൊണ്ടാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോ അവള് ഗർഭിണിയല്ലേ? അതിനൊരു സാധ്യതയില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു റിലേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്നേഹ ഛർദിച്ചത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അവസരം കിട്ടിയ ചതിക്കാൻ മടിക്കാത്തവനാ നീ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം? വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ സ്നേഹ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്ക്. അപ്പോ അറിയാം സത്യം എന്താണെന്ന്. നീ പറയുന്നത് സത്യാണല്ലോ അല്ലേ? അതെ ഏട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യവാ. ഞാനും ധനുഷും തമ്മിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നീ വോമിറ്റ് ചെയ്തതോ? അത് ഈ പാത്രത്തിൽ നിന്ന് പാലിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി. അതെനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് വോമിറ്റ് ചെയ്തേ. നിങ്ങളത് തെറ്റിദ്ധരിച്ചു, അത്രേ ഉള്ളൂ. എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. 100% സ്നേഹത്തോടും കരുതലോടും കൂടെ തന്നെയാ ധനുഷ് എന്നെ നോക്കുന്നത്. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാന്ന് അറിയില്ല, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ധനുഷിനൊട്ടും താല്പര്യമില്ല. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് പിണക്കമൊക്കെ മാറിയിട്ട് ഈ വീട്ടിലോട്ട് കയറിയതിനു ശേഷം എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് ജീവിതം തുടങ്ങാമെന്നാ. പക്ഷേ അത് എന്തുകൊണ്ടാന്ന് നീ ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചില്ല. എപ്പോഴേലും ധനുഷ് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് ഞാൻ കരുതിയിട്ടാ. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. അല്ല, അങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞാ എങ്ങനെയാ ചേച്ചി? ഇതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ. ധനുഷിന്റെ ഭാഗത്ത് എന്താ പ്രശ്നമെന്ന് നീ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം മോളെ. ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.